കഥ ഗണപതി കൃപയാൽ. ദാമോദർ മോസോ. പരിഭാഷ ഡോക്ടർ ആർസു. നോക്കൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഭാര്യ പറഞ്ഞു തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ഇതാ ഗണേശ ചതുർത്ഥി അടുത്തെത്തി. വീട്ടിൽ ചില ഒരുക്കങ്ങളെല്ലാം ചെയ്യാനുള്ളത് ഓർമ്മയില്ലേ? മനസ്സിലെ ഉദ്യോഗം പുറത്ത് പ്രകടിപ്പിക്കാതെ ഞാൻ തിരക്കി. എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? ഇവിടെ എന്താണ് സംഭവിച്ചത്? പുതിയ എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിലൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. എന്നാൽ ചിലരൊക്കെ ഇവിടെ വരുമല്ലോ. ചുരുങ്ങിയത് അവർക്കായെങ്കിലും നേവരി മിഠായി ഉണ്ടാക്കേണ്ടി വരില്ലേ? ഗണേശ ചതുർത്ഥി ആഘോഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മിഠായി ഉണ്ടാക്കേണ്ടതുണ്ട്. ഉള്ളിലെ അസ്വാരസ്യം പുറത്ത് പ്രകടിപ്പിക്കാതെ ഞാൻ മനസ്സിൽ മന്ത്രിച്ചു. ശരി, ഇരിക്കട്ടെ. പ്രധാനമായും ചെയ്യാനുള്ളത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? എന്നാൽ അതിന് ഇനിയും കുറച്ച് ദിവസം ബാക്കിയുണ്ടല്ലോ. ഉള്ളിൽ ഒതുക്കി വെച്ച വേവലാതി ഞാൻ പുറത്തു പറഞ്ഞില്ല. എന്നാൽ കണ്ണുകൾ എന്നെ കബളിപ്പിച്ചു. അടുത്തു വന്ന് ഷർട്ടിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഭാര്യ പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് എന്തു പറ്റി? പറയൂ. കണ്ണുകൾ കുഴിഞ്ഞു പോയതുപോലെയുണ്ടല്ലോ. അല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും മനസ്സിലൊതുക്കി വെക്കുന്നത് നിങ്ങളുടെ ശീലമാണല്ലോ. എന്താ, എനിക്ക് സ്ഥിതി മനസ്സിലാകില്ലെന്നാണോ നിങ്ങൾ ധരിച്ചത്? ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതായിരുന്നു. എന്നാൽ അല്ല, അങ്ങനെയൊന്നുമല്ല സാവിത്രി, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഗണേശ ചതുർത്ഥി അടുത്തെത്തിയിരിക്കുന്നു. നമുക്കെന്തെങ്കിലും ചെയ്യേണ്ടി വരും. എന്നാൽ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം കാരണം. എൻ്റെ വായ അവൾ പൊത്തിപ്പിടിച്ചു. തേങ്ങിക്കരഞ്ഞുകൊണ്ട് പരുത്ത സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഭഗവാനുണ്ട്. ഗണപതി ഭഗവാൻ തുണയ്ക്കും. പറയാൻ ഉദ്ദേശിച്ച അടുത്ത വാക്ക് തേങ്ങലിൽ മുങ്ങിപ്പോയി. സാവിത്രി അകത്തേക്ക് പോയി. പിന്നെ ചെരുപ്പിട്ട് ഞാൻ വരാന്തയിൽ വന്നു. മക്കൾ പുറത്ത് കളിക്കുകയാണ്. മൂത്തവൻ സുരേഷ് അയൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കഥാപുസ്തകം വായിച്ച് രസിക്കുകയാണ്. വിമല ഉറക്ക കവിത ചൊല്ലുകയാണ്. ബാബു താഴെയുള്ള പടിയിലിരുന്ന് കാക്കയെ തറപ്പിച്ച് നോക്കുകയാണ്. അവൻ കാക്കയോട് പറയുകയാണ്, കാക്കേ വാ, എൻ്റെ വീട്ടിൽ വാ, വരില്ലെങ്കിൽ ദൂരെ പോ. കാക്ക ഒരു നിമിഷം കഴുത്തു വളച്ച് ബാബുവിനെ നോക്കി. കാ കാ എന്ന് ഒച്ചയുണ്ടാക്കി ചിറകു വിടർത്തി പറന്നുപോയി. 40 വർഷം മുമ്പ് വീട്ടിൽ വിരുന്നുകാർ വരുന്നത് എനിക്കിഷ്ടമായിരുന്നു. എന്നാൽ ഇന്ന് വിരുന്നുകാരെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണിത്. പക്ഷേ സത്യം ഇതാണ്. കാക്ക പറന്നു പോയപ്പോൾ ബാബുമോന് വലിയ സങ്കടം തോന്നി. അവൻ കാക്ക പോയ വഴിയിലേക്ക് നോക്കിയിരിപ്പായി. ഞാൻ കുമ്പിട്ട് അവനെ എടുത്ത് മുഖത്തുമ്മ കൊടുത്തു. മോൻ നന്നായി പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ എൻ്റെ ഷർട്ട് പിടിച്ചു വലിച്ചു. അച്ഛാ, പടക്കം കൊണ്ടുവരില്ലേ? തീർച്ചയായും കൊണ്ടുവരാം മോനെ. പുറമേക്ക് പുഞ്ചിരി വരുത്തി ഞാനൊരു കള്ളം പറഞ്ഞു. പിന്നെ പൂത്തിരിയും വേണം. അവൻ കണ്ണിടയ്ക്ക് ചിമ്മിക്കൊണ്ട് പറഞ്ഞു. ശരി, കൊണ്ടുവരാം. ഇത്രയും പറഞ്ഞത് വിമല കേട്ടെന്ന് തോന്നുന്നു. അച്ഛാ, എനിക്കും വേണം. മുൻകൂട്ടി പറയുകയാണ്. എനിക്കും പടക്ക പൊട്ടിക്കാനറിയാം. എടി മണ്ടിപ്പെണ്ണേ, എല്ലാവർക്കും കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ നിന്നെ എന്താ ഒഴിവാക്കുമോ? എല്ലാവർക്കും കൊണ്ടുവരും. സമാധാനിക്ക്. ഇപ്പോൾ എല്ലാവരും പോയി പഠിക്കും. അത്രയും പറഞ്ഞ് ഞാനവിടെ നിന്ന് പോയി. അങ്ങാടിയുടെ സമീപം എത്തിയപ്പോൾ കുഷ്ഠയെ കണ്ടു. അയാളിൽ നിന്ന് ആരും ഒരിക്കലും ഒരു നല്ല വർത്തമാനം നാളിതുവരെ കേട്ടിട്ടില്ല. നാട്ടിൽ ആരാരെ തല്ലി, ഏത് ഗ്രാമത്തിലാണ് കശപശയുണ്ടായത്, ആരെങ്ങനെ മരിച്ചു, ആരെ ചതിച്ചു, ഇത്തരം വാർത്തകളാണ് അയാൾ ഓരോന്നായി നിരത്തുക. ഹേയ് ശങ്കർ, നിങ്ങൾ അറിഞ്ഞില്ലേ കാര്യം? കൊണ്ടേ ബാന്ധക്കാരൻ യുവാവ് പറഞ്ഞ കാര്യം? കൊള്ളാം, പറയൂ. അയാൾ നേരത്തെ തന്നെ രോഗിയായിരുന്നില്ലേ? എന്തെങ്കിലും പറയണ്ടേ എന്ന് കരുതി ഞാൻ തുടങ്ങി വെച്ചു. കൂടുതൽ അറിയാൻ ഞാൻ താല്പര്യം കാണിച്ചു. രോഗം ബാധിച്ചത് അടുത്തിടെയാണ്. നിങ്ങൾ ഞാൻ പറയുന്നത് ആദ്യം കേൾക്കൂ. വീട്ടുകാർ അവനെ തല്ലിക്കൊന്നതാണ്. എനിക്കതിൽ തീരെ വിശ്വാസം വന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? മുഴുവൻ കേൾക്കൂ. വേണമെങ്കിൽ നുണയാണെന്ന് കരുതിക്കോളൂ. ആ അച്ഛൻ പശിയടക്കാൻ അന്നത്തിന് കൊതിച്ചു. ചീ, പുഴുവരിക്കും അവരുടെ ദേഹത്ത്. രാപ്പകല പാവത്തെ തൊഴിക്കുകയായിരുന്നു. ഞാൻ ഈ പറയുന്നത് നുണയാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനാകുമോ? എങ്കിൽ നിങ്ങളെൻ്റെ ചെവി മുറിച്ചെടുത്തോളൂ, എന്നിട്ടത് ചെളിയിൽ വലിച്ചെറിഞ്ഞോളൂ, അയാൾ പറഞ്ഞു. കുഷ്ഠയെ പോലുള്ള ഒരാളിൽ നിന്ന് കാര്യമറിയാനുള്ള മനസ്ഥിതി ഈ സമയത്ത് എനിക്കില്ലായിരുന്നു. ഞാനവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയതാണ്. അപ്പോൾ കുഷ്ഠ എന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിച്ചു, ഹേയ് ശങ്കർ, നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നേരത്തെ നിങ്ങൾ വിഷ്ണുവിൻ്റെ കടയിൽ നിന്ന് സാധനങ്ങൾ കടം വാങ്ങിയിരുന്നോ? അതിൻ്റെ പണം കൊടുത്തോ? ഇല്ലെന്നാണ് അയാൾ പറഞ്ഞത്. എനിക്കതിലെന്ത് ഛേദമാണുള്ളത്? നിങ്ങളോടൊന്ന് ചോദിക്കാമെന്ന് കരുതി, അത്ര തന്നെ.
ഇത് കേട്ടപ്പോൾ കോപം കൊണ്ട് എൻ്റെ കണ്ണുകൾ ചുമന്നു. അയാളുടെ കൈമുട്ട് അമർത്തി പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, കുഷ്ഠ, നിങ്ങളോട് ഈ കാര്യം വിഷ്ണു തന്നെ പറഞ്ഞതാണോ? അയാൾ പറയാതെ എനിക്കെങ്ങനെ വിവരം കിട്ടാനാണ്? ഏതായാലും നിങ്ങൾ ഈ ചോദിച്ചത് നന്നായി. കുഷ്ഠയെ ഞാൻ പിന്നെ ഗൗനിച്ചില്ല. അവിടെ നിന്ന് നേരെ പോയത് വിഷ്ണുവിൻ്റെ കടയിലേക്കാണ്. ഇങ്ങനെ ആളുകളെ തരത്താഴ്ത്തുന്നതും അപമാനിക്കുന്നതും എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തെ കാര്യമായിരുന്നു. റിപ്പീറ്റ്. കുഷ്ഠയെ ഞാൻ പിന്നെ ഗൗനിച്ചില്ല. അവിടെ നിന്ന് നേരെ പോയത് വിഷ്ണുവിൻ്റെ കടയിലേക്കാണ്. ഇങ്ങനെ ആളുകളെ തരം താഴ്ത്തുന്നതും അപമാനിക്കുന്നതും എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തെ കാര്യമായിരുന്നു. പട്ടിണി കിടന്നാലും വേണ്ടില്ല, ആളുകളുടെ പഴി കേൾക്കാനാവില്ല. വിഷ്ണുവിൻ്റെ കടയിലെത്തിയപ്പോൾ എൻ്റെ രൂപമൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. നേരിട്ട് ഞാൻ ചോദിച്ചു, എന്താ വിശേഷം വിഷ്ണു മുതലാളി? ഞാൻ നിങ്ങളുടെ കടം വല്ലതും വീട്ടാനുണ്ടോ? ഇത് കേട്ട് വിഷ്ണുവിന് അതിശയമായി. ഹേയ് ബാബാ, അങ്ങനെയൊന്നുമില്ലല്ലോ, അയാൾ തുടക്കത്തിൽ പറഞ്ഞു. സത്യം മറച്ചു വെച്ചാണത് പറഞ്ഞത്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങനെയുള്ള വാർത്ത നാട്ടിൽ പറഞ്ഞു വരുത്തിയത്? കുഷ്ഠയോട് ആരാണ് ഈ വിവരം പറഞ്ഞത്? ഇത്രയും ചെറിയ തുകയ്ക്ക് നിങ്ങളെന്നെ മാനം കെടുത്തിയില്ലേ? 12 കാട്ടുകളിലെ വെള്ളം ഒരുമിച്ച് കുടിച്ചതുപോലെയായി വിഷ്ണുവിൻ്റെ അവസ്ഥ. അയാൾ പിറകോട്ട് മാറി. പോരെങ്കിൽ മുറിവിൽ ഉപ്പ് തേക്കും വിധത്തിൽ അയാൾ പറഞ്ഞു, എടോ ശങ്കർ, മാനാപമാനങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുന്നവർ കടം വാങ്ങാതിരിക്കാൻ നോക്കണം. ഞാനൊരാളോടും കള്ളം പറഞ്ഞിട്ടില്ല, പറഞ്ഞതൊക്കെ നേരാണ്. പിന്നെ ദേശായിയുടെ കടയിലേക്ക് പോയി. വീട്ടിൽ 200 തേങ്ങ ശേഖരിച്ചു വെച്ചിരുന്നു. അതിന് വേഗം വിൽക്കണമെന്ന് തീരുമാനിച്ചു. ആ കടയിലെത്തിയപ്പോൾ ചോദിച്ചു, ദേശായി സാഹബ്, ഇപ്പോൾ തേങ്ങയ്ക്ക് എന്താണ് വില? എത്ര കാണും? 200 എണ്ണം കാണും. പണം രൊക്കമായി വേണം. ഇപ്പോൾ എൻ്റെ കൈവശമുള്ളത് 120 രൂപയാണ്. അത്രയും തുക ഒന്നിച്ചു തന്നപ്പോൾ അതിൽ നിന്ന് വിഷ്ണുവിന് കൊടുക്കാനുള്ള 95 രൂപ തിരിച്ചു കൊടുത്തു. ദേഷ്യത്തോടെയാണ് പിന്നെ വീട്ടിലേക്ക് മടങ്ങിയത്. മാനവും മാനക്കേടും കലർന്ന അനുഭവമായിരുന്നു. അതിനിടയിൽ വേവലാതികളെല്ലാം മറഞ്ഞു നിന്നു. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തലയിൽ വെച്ച ഭാരം എടുത്തു മാറ്റുമ്പോൾ കടലാസ് കാറ്റിൽ പറക്കുന്നത് പോലെ എൻ്റെ എല്ലാ വേവലാതികളും അകന്നു. ടിൻപാൽ വാങ്ങാൻ ഭാര്യ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇളയ മകനിപ്പോൾ 1 വയസ്സാകാറായി. ഒരു ടിൻ 8 ദിവസത്തേക്കെത്തും. എന്നാൽ സാവിത്രി അത് പരമാവധി നീട്ടിവലിക്കാൻ ശ്രമിക്കും. നേരത്തെ വാങ്ങിയത് 15 ദിവസത്തോളം എത്തി. മിനിഞ്ഞാന്നാണത് തീർന്നത്. പുതിയത് വാങ്ങാൻ മറന്നുപോയെന്ന് ഞാൻ ഇന്നലെ അവളോട് പറഞ്ഞിരുന്നു. ഇന്ന് എന്തായാലും വാങ്ങണം. മറ്റൊന്നും ആലോചിക്കാതെ ആദ്യം ഫാർമസിയിൽ കയറി ടിൻപാൽ അവിടെ നിന്ന് വാങ്ങി. പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ബാബുമോൻ എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അച്ഛാ, പടക്കം പൂത്തിരിയെല്ലാം കൊണ്ടുവന്നോ? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് പതുക്കെ മാറി. അവൻ്റെ നിറകണ്ണുകൾ കണ്ടപ്പോൾ ഞാനത് കണ്ടില്ല എന്ന് ഭാവിച്ച് നേരെ അടുക്കളയിലേക്ക് പോയി. ടിൻപാൽ മേശപ്പുറത്ത് വെച്ചു. അടുപ്പിന് അരികെ വന്നിരുന്നു. ചെറിയ ടിന്നിന് പോലും ഇപ്പോൾ വലിയ വിലയാണ്. അതാണെങ്കിൽ വേഗം തീരുകയും ചെയ്യും. സാവിത്രിയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ചെറിയ ടിന്നിലേത് കുറച്ച് ദിവസമേ നിൽക്കൂ. വലുത് വാങ്ങിയാൽ കീശ കാലിയാവുകയും ചെയ്യും. സാവിത്രി എന്നെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ നേവരിമിഠായി ഉണ്ടാക്കേണ്ടി വരും. എന്നാൽ നിങ്ങൾക്ക് അധിക ചെലവുണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. ദൈവകൃപയാൽ നാളികേരം വീട്ടിൽ തന്നെയുണ്ട്. സാവിത്രി പറയുന്നതൊന്നും എൻ്റെ ചിന്തയെ ഒട്ടും ഏശിയില്ല. അവൾ കണ്ടുവച്ച തേങ്ങ ഞാൻ ഇതിനകം വിറ്റ് കഴിഞ്ഞുവെന്ന് ഏത് നാവ് കൊണ്ടാണ് പറയാനാവുക? അവൾ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. പടക്കം കൊണ്ടുവരാത്തതിൽ സങ്കടപ്പെട്ട് ബാബുമോൻ തേങ്ങി തേങ്ങി കരയുകയാണ്. ചെറിയവൻ തൊട്ടിലിൽ കിടന്ന് എൻ്റെ ക്യൂ ശബ്ദമുണ്ടാക്കുകയാണ്. സാവിത്രി നെഞ്ചു തടവിക്കൊണ്ട് പറഞ്ഞു, അതിൽ നിന്ന് 50 തേങ്ങ മതിയാകും. വേറെയും ചില സാധനങ്ങൾ വാങ്ങേണ്ടി വരും. പഞ്ചസാര, ശർക്കര, മൈദ, ഗോതമ്പ്, ആട്ട ഇവയെല്ലാം വാങ്ങി വരൂ. ഇവിടെ അവയെല്ലാം തീരാറായിരിക്കുന്നു. എന്താ, റേഷൻ ഇതുവരെ വന്നില്ലേ? വന്നെങ്കിൽ അതുകൂടെ വാങ്ങിയേക്കൂ. ചെലവ് കുറയ്ക്കുന്നതിനെ പറ്റിയാണ് അവൾ ഇതുവരെ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പറഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ തന്നെ വലിയൊരു തുക വേണ്ടിവരും. ഇതിനെല്ലാം പുറമെ ഗണേശ വിഗ്രഹവും വാങ്ങണം. ഞാനിപ്പോൾ പതുക്കെ ചോദിച്ചു, അല്ല സാവിത്രി, ഇത്രയും നെയ്വരി സ്വീറ്റ്സിന് പിന്നെ 50 തേങ്ങ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സാവിത്രി ഇടപെട്ടു. നിങ്ങളുടെ പെങ്ങൾക്ക് ഗണേശ ചതുർത്ഥിക്ക് കുറച്ച് നെയ്വരി മിഠായി സമ്മാനിക്കണ്ടേ? എങ്ങനെയാണത് കൊടുത്തയക്കാതിരിക്കുക? എന്തു പറയണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു. മനസ്സ് നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, സാവിത്രി, നമ്മുടെ പക്കലിപ്പോൾ തേങ്ങയില്ല. ഉണ്ടായിരുന്നത് ഞാനെടുത്ത് വിറ്റു. സാവിത്രി ഇത് കേട്ടതും ഞെട്ടി താനേ ഇരുന്നു പോയി. അടുപ്പിൽ ആളിക്കത്തുന്ന വിറകിലേക്ക് അവൾ കണ്ണു മിഴിച്ച് നോക്കിക്കൊണ്ടിരുന്നു. ഞാനവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തെ കട്ടിലിൽ പോയി കിടന്നു. അപ്പോൾ മനസ്സിലൂടെ പലതും കടന്നുപോയി.
ഗണേശ ചതുർത്ഥി, സമ്മാനം, വിഗ്രഹം, പടക്കം, പൂത്തിരി, നേവരി പലഹാരം, അരി, പഞ്ചസാര, ഇനിയും പലതും കാണും. ഇപ്പോൾ കീശയിൽ ശേഷിച്ചതാവട്ടെ 25 രൂപ മാത്രം. സാവിത്രി കൊച്ചു ചുവടുകൾ വെച്ച് മുറിയിൽ വന്നു. എൻ്റെ നെറ്റിയും മുടിയുമൊക്കെ ഒന്ന് തൊട്ടുനോക്കിയ ശേഷം പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട, ഭഗവാൻ തുണയ്ക്കും. വിഘ്നേശ്വരനായ ഗണപതി എല്ലാറ്റിനും വഴിയുണ്ടാക്കും. എൻ്റെ പൊന്നു സാവിത്രി, ഭഗവാനൊന്നൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ചെകുത്താനാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഭഗവാൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരുമായിരുന്നോ? അങ്ങനെയൊന്നും പറയരുത്. തടസ്സങ്ങളെല്ലാം നീങ്ങട്ടെ. നിങ്ങൾ ദൈവത്തിന് അഹിതമായതൊന്നും പറയരുത്. എനിക്കൊന്നും ഒട്ടും ഉറക്കം വന്നില്ല. അരങ്ങിൽ കഥാപാത്രങ്ങൾ വന്ന് നൃത്തം ചെയ്യുന്നത് പോലെ തോന്നി. ചതുർത്ഥി, സമ്മാനം, വിഗ്രഹം, പടക്കം, ഇവയുമായി ബന്ധപ്പെട്ട ചിന്തകൾ മനസ്സിൽ താളം ചവിട്ടുകയാണ്. എന്തായാലും വിഷ്ണുവിൻ്റെ കടം വീട്ടിക്കഴിഞ്ഞു. എന്നാൽ അതോടെ ആ ബന്ധവും തകർന്നു. ഇനി അയാളുടെ കടയിൽ ചെന്ന് സാധനങ്ങൾ എങ്ങനെ കടം വാങ്ങും? നാട്ടുകാരുടെ കടയിൽ പോയി കാര്യം നടത്താനുള്ള സാധ്യത കുറവാണ്. ആവശ്യക്കാരൻ ഔചിത്യം നോക്കേണ്ടതില്ലെന്ന് പഴമക്കാർ പറയാറുണ്ട്. ഏതായാലും ഞാനൊന്ന് ആ കടയിൽ പോയി നോക്കാൻ തന്നെ തീരുമാനിച്ചു. എന്തു പറയാൻ, മുജ്ജന്മ സുഹൃത്തത്തിൻ്റെ വഴിയിലൂടെ നടന്ന് അയാൾക്ക് ബുദ്ധി ഉദിച്ചാലോ? അതോടെ ഗണേശ ചതുർത്ഥി ആഘോഷം ഗംഗേമമാവും. ഇനി അയാൾ സാധനങ്ങൾ തരാൻ വിസമ്മതിച്ചാലോ? ആ ചിന്ത മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തി. എന്തായാലും ചതുർത്ഥി വരാതിരിക്കില്ല. അത് അടുത്ത മാസമായിരുന്നെങ്കിൽ അടുത്ത മാസത്തെ തേങ്ങ വലിച്ച് കാര്യം നടത്താമായിരുന്നു. അതിനിടയിൽ എന്തെങ്കിലും അശുഭകാര്യം നടന്നാലും മതി. അതോടെ ചതുർത്ഥി ആഘോഷത്തിന് തടസ്സമാകും. എന്നാൽ ആ വഴിക്ക് ചിന്തിക്കുന്നത് ബുദ്ധിശൂന്യമായ കാര്യമാകും. ഇതിനിടയ്ക്ക് ബാബുമോൻ എന്തോ സ്വപ്നം കണ്ട് പിറുപിറുക്കാൻ തുടങ്ങി. പിന്നെ അലറി വിളിച്ചു, ഗണപതി ബപ്പ മോരിയ, അടുത്ത കൊല്ലം നീ വേഗം വരണേ. ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. അവൻ വളരെ ഔത്സുക്യത്തോടെ ചതുർത്ഥി വരുന്നതും കാത്തിരിപ്പാണ്. എന്നാൽ ഈ ആഘോഷം എങ്ങനെ ഒഴിവായി കിട്ടുമെന്നായി എൻ്റെ ചിന്ത. ആഘോഷത്തിൽ നിന്ന് ആർക്കാണ് മാറി നിൽക്കാനാവുക? സമ്മാനം കൊടുത്തയക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനാവുമോ? നേവരി, പടക്കം ഒന്നും ഒഴിവാക്കാൻ വയ്യാത്ത സ്ഥിതിയാണ്. രാവിലെ കടയിലേക്ക് പോകുമ്പോൾ മനസ്സ് വല്ലാതെ പരിഭ്രമിച്ചു. ആരുടെ അപമാനം സഹിക്കാൻ എനിക്കാവില്ല. അതെൻ്റെ ശീലമാണ്. എന്തായാലും ഗ്രാമത്തിലെ കടക്കാരൻ എന്നെ സഹായിക്കുമായിരിക്കും. എല്ലാം ഗണപതി നോക്കിക്കോളും. സാവിത്രി അങ്ങനെ പറഞ്ഞത് നേരാകുമോ എന്നറിയാം. കടയിലേക്ക് നടക്കുമ്പോൾ എൻ്റെ ദേഹം വല്ലാതെ തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു. കടയിൽ സാധനങ്ങൾ വാങ്ങാൻ കുറേ ആളുകൾ എത്തിയിരുന്നു. ഒരാൾ മടങ്ങുമ്പോൾ വേറൊരാൾ വരുന്നു. ആളൊഴിഞ്ഞാൽ ചോദിച്ചു നോക്കാം. അങ്ങനെ ആലോചിച്ച് ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു. എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടി. തൊണ്ടയാകെ വറ്റിപ്പോയി. കടക്കാരൻ്റെ ഒരു ഉത്തരം കിട്ടണം. എൻ്റെ ചതുർത്ഥി ആഘോഷത്തിൻ്റെ ഭാവി അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. തുപ്പിലിറക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു. മുതലാളി, മനസാന്നിധ്യത്തോടെ ഞാൻ അയാളെ വിളിച്ചു. ഇതാര്, ശങ്കർ ബാബല്ലേ? എന്താണ് ഇത്രയും നേരം പുറത്തിറങ്ങി നിന്ന് പോയത്? വന്ന കാര്യം പറയൂ. വലിയ പ്രതീക്ഷയോടെ ഞാൻ പറഞ്ഞു, ഒരു ഉപകാരം ചെയ്യണമെന്ന് പറയാനാണ് വന്നത്. ഗണേശ ചതുർത്ഥിക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമായി വന്നിരിക്കുന്നു. തേങ്ങ വലിക്കാൻ ഇനി 22 ദിവസം കഴിയണം. അതിൻ്റെ പണം കിട്ടിയാൽ ഉടൻ കടം വീട്ടാം. എൻ്റെ അഭ്യർത്ഥന നിരസിക്കരുതേ. സാധനങ്ങൾ കിട്ടിയാൽ വലിയ ഉപകാരമാകും, ഞാൻ വിനയസ്വരത്തിൽ പറഞ്ഞു. ശങ്കർ ബാബ്, എന്നോട് ദേഷ്യം തോന്നരുത്. കടം കൊടുക്കാൻ ഇപ്പോൾ എനിക്ക് തീരെ ശേഷിയില്ലാത്ത സ്ഥിതിയാണ്. ചതുർത്ഥി ആഘോഷം എൻ്റെ കൺമുമ്പിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. അയാൾ തുടർന്ന് പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. വിഘ്നങ്ങൾ നിൽക്കുന്നത് ദേവനാണെന്നാണ് ആളുകൾ പറയുന്നത്. ഇനി ഏവരും കാണട്ടെ. ഈ ദേവനെ പൂജിക്കണമെന്നാണല്ലോ പറയുന്നത്. എൻ്റെ കണ്ണുകൾ ഇളകുന്നില്ല. ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ മുമ്പിൽ കുഷ്ഠ വന്ന് നിൽക്കുന്നത് കണ്ടു. ഈ നിമിഷം അയാൾ എൻ്റെ മുമ്പിൽ വന്നു പെടാൻ പാടില്ലായിരുന്നു. എന്തായാലും അയാൾ എന്നെ കാണുക തന്നെ ചെയ്തു. എടോ ശങ്കർ, ഒരു വിശേഷം പറയാനുണ്ട് എന്ന അറിയിപ്പുമായിട്ടാണ് അയാളുടെ പെട്ടെന്നുള്ള വരവ്. അയാൾ എന്നോട് ചോദിച്ചു, അപ്പോൾ ചതുർത്ഥി നിങ്ങൾക്കിനി ആഘോഷിക്കേണ്ടി വരില്ലല്ലോ? അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാക്കിയിട്ടെന്നോണം അയാൾ തുടർന്നു, അല്ല, നിങ്ങൾ വിവരമൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. നിങ്ങളുടെ ബന്ധുവായ ജായുവൊക്കെ ഇന്ന് പുലർച്ചെ മരിച്ചുപോയി. നല്ല പ്രായമായിരുന്നു അവർക്ക്. എന്ത്, അവർ മരിച്ചെന്നോ? അപ്പോൾ ഇനി അശുഭസ്ഥിതിയാണല്ലോ. ഞാൻ നടുക്കത്തോടെ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിന് ശമനമായി. അപ്പോൾ ഇനി 11 നാൾ പൂർണ്ണമായും എല്ലാറ്റിനും മുടക്കം വരുമല്ലോ. പുലയാണല്ലോ. കുഷ്ഠ അയാൾക്ക് പറ്റാവുന്ന മോശം വർത്തമാനവുമായിട്ടാണ് വന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല വാർത്തയായിരുന്നു. ചതുർത്ഥി ഉത്സവം, സമ്മാനം നൽകൽ, നേവരി സ്വീറ്റ് ഉണ്ടാക്കൽ, പടക്കം വാങ്ങൽ എല്ലാം ഓരോന്നായി മനസ്സിൽ നിന്നും അകന്നു.
എൻ്റെ സകല വേവലാതികൾക്കും അവസാനമായി. മനം കുളിർത്തു.